ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. എല്ലാവർക്കും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് ഒരു താങ്ക്സ് ഗിവിങ് വീഡിയോ ആണിത് കേട്ടോ. ഇതിനു മുമ്പ് തന്നെ ഞാൻ ഷോർട്സിൽ അങ്ങനെ ഇട്ടിരുന്നു, എന്നാലും ഒരു ലോങ് വീഡിയോയിൽ കൂടി അത് പറയണമെന്ന് എനിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹമാണ്. ഞാൻ യൂട്യൂബിലേക്ക് വരാനുള്ള ഒരു കാരണം, കുറേ നാളായി എൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു. എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസസും എനിക്ക് പറയാനുള്ള കാര്യങ്ങളുമെല്ലാം യൂട്യൂബ് വഴി പറയണം എന്നുള്ളത്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഓരോ ദിവസവും ഇങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, ഏകദേശം കൊറോണ സമയത്ത് ആഗ്രഹിച്ചതാണ്, പക്ഷേ അപ്പോഴും എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബിലേക്ക് ഇപ്പോൾ ഈ 2024 വരുന്നത്. അപ്പോൾ എൻ്റെ ഈ ടീച്ചിങ് എക്സ്പീരിയൻസസും കാര്യങ്ങളുമൊക്കെ ഞാൻ പറയുമ്പോൾ അത് ചിലപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു യൂസ്ഫുൾ ആവുന്നെങ്കിൽ അതല്ലേ നമുക്ക് വേണ്ടത്. അതാണ് ശരിക്കും പറഞ്ഞ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മൾ ജോലിക്ക് വേണ്ടി അലഞ്ഞ നാളുകളും നമ്മൾ ജോലി ചെയ്തപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പൂജകളും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇത് നമ്മുടെ വ്ളോഗ്സ് പോകുന്നത്. അപ്പോൾ യൂട്യൂബിൽ വന്നപ്പോൾ മാത്രമാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. യൂട്യൂബിൽ നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഹാർഡ് വർക്ക് ആവശ്യമാണ്. ഹാർഡ് വർക്ക് ആവശ്യമില്ലാത്ത ഒരു മേഖലയില്ല, അത് ഒരു സത്യമാണ്. പക്ഷേ ഇതിനു മുമ്പ് ഓരോ ആൾക്കാരും വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിക്കും, ഒരു വീഡിയോ എടുത്ത് നമ്മളങ്ങ് ഇട്ടാൽ പോരെ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അല്ലാതെ നമുക്കതിൻ്റെ ബാക്കിലുള്ള ടെക്നിക്കൽ കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെയാണ് ഞാനങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ഇതിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓരോ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ് അല്ലേ. യൂട്യൂബിൽ നമുക്ക് ഒരു സബ്സ്ക്രൈബർ കിട്ടുക, ഒരു സബ്സ്ക്രൈബറെ നമുക്കുള്ളൂവെങ്കിലും അത് അത്രയും വിലയാണ്. കാരണം അവരവരുടെ സമയം, വിലപ്പെട്ട സമയം, ഈ ലോകത്തിൽ ഏറ്റവും വിലയുള്ളത് എന്തിനാണ്? ടൈമിനാണ്, സമയത്തിനാണ്. അപ്പോൾ ആ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തരുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സും, എനിക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരില്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ നമുക്ക് പിടിച്ചു നിൽക്കുന്ന കാര്യം നടക്കാത്ത ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയതിൽ ആദ്യമേ തന്നെ ദൈവത്തിനോടും പിന്നെ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് ഇപ്പോൾ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും എനിക്ക് വന്നിരിക്കുന്ന ഈ 645ഓളം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫാമിലി പോലെ തന്നെ ആയിക്കഴിഞ്ഞു അല്ലേ. ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എത്ര സന്തോഷമാണ്. അപ്പോൾ 500 പേർ 600 പേരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണല്ലേ. എത്ര സന്തോഷമാണെന്നുള്ളത് അത് നമുക്ക് വാക്കുകളിൽ കൂടി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ അത്രയേറെ സന്തോഷമുള്ള നിമിഷങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. ഓരോ ഫ്രണ്ട്സിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരോടൊപ്പം എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ യൂട്യൂബിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ പിറകിലുള്ള ഹാർഡ് വർക്കും അത് എത്രത്തോളം നമ്മളതിൽ സിൻസിയറായിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയും എനിക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല. എനിക്കറിയാവുന്ന രീതിയിലൊക്കെയാണ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സ് ക്ഷമിക്കുക. കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അതുപോലെ എനിക്ക് തരുന്ന ഈ സപ്പോർട്ടുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് നിങ്ങളെ എങ്ങനെയാണ് എൻ്റെ നന്ദി അറിയിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് വാക്കുകളിൽ കൂടി പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും വീണ്ടും 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 നന്ദി പറയാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഈ വ്ളോഗ് ഇടുന്നത്. ഇത് ഞാൻ ഷോർട്സിൽ ചെയ്തിരുന്നു, പക്ഷേ എൻ്റെ മനസ്സിന് അതൊരു തൃപ്തി വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോയിൽ കൂടി ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നെപ്പോലും അറിയാത്ത ആൾക്കാരാണ്. ഞാൻ ആരാണെന്നോ എന്താണെന്നോ പോലും അറിയാത്ത ഫ്രണ്ട്സാണ് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ് എന്നുള്ള വാക്ക് വളരെ ചെറുതായിരിക്കും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അവരെ കണക്കാക്കേണ്ടത്. ഇപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട് എന്ന് കാണുമ്പോൾ നമുക്കുള്ള ആ ഒരു മനസ്സിൻ്റെ സന്തോഷം ഉണ്ടല്ലോ, അത് ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ആണ് എനിക്ക് കിട്ടിയത്.
അപ്പോൾ ഇതൊരു സംതൃപ്തിയുടെ കൂടെ നിമിഷങ്ങളാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ കൂടുതൽ മികച്ച രീതിയിൽ വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, ടേക്ക് കെയർ. അടുത്ത വ്ളോഗിലൂടെ കാണാം കേട്ടോ.